വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ അനേകരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കർത്താവേ, നീ എന്നെ മറന്നുവോ? സങ്കീർത്തനക്കാരനായ ആസാഫ് ചോദിക്കുന്നത്, ദൈവം കൃപ കാണിക്കുവാൻ മറന്നിരിക്കുന്നുവോ? 77-ാം സങ്കീർത്തനം 9-ാം വാക്യം. യെശയ്യാ പ്രവാചകനിൽ കൂടി ഈ ചോദ്യത്തിന് മറുപടി നൽകുന്നുണ്ട്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ, ഞാൻ നിന്നെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു. യെശയ്യാവ് 45:15-16 വാക്യങ്ങൾ. നമ്മുടെ ദൈവം മാറാത്തവനായി നമ്മോട് കൂടി ഉണ്ട് എന്ന മലാക്കി 3:6 പറഞ്ഞിരിക്കുന്നത്. അവൻ നമ്മെ ഉള്ളം കൈയിൽ വഹിച്ചിരിക്കുന്നതിനാൽ നാം വിചാരപ്പെടേണ്ട കാര്യമേ ഇല്ല. സങ്കീർത്തനം 147:9 വാക്യം ഇപ്രകാരമാണ്, അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. എങ്കിൽ നമ്മെ എത്രയധികം കർത്താവ് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് ജീവനായിക്കൊണ്ടും എന്തൊടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. മത്തായി 6:25. യേശു അരുത് എന്ന് പറഞ്ഞ ചുരുക്കം ചില സംഗതികളിൽ ഒന്നാണ് വിചാരപ്പെടരുത് എന്നത്. കർത്താവ് ചോദിക്കുന്നത്, വിതയ്ക്കുകയും കൊയ്യുകയും കളപ്പുരയിൽ കൂട്ടിവെക്കുകയും ചെയ്യാത്ത പറവയെ ഞാൻ പുലർത്തുന്നുവെങ്കിൽ അവയേക്കാൾ വിശേഷതയുള്ള നിങ്ങളെ ഞാൻ കരുതാതിരിക്കുമോ? മത്തായി 6:26 വാക്യങ്ങൾ. ഒരു ദിവസം മാത്രം ജീവിച്ച പിന്നീട് അഗ്നിക്കിരയാകുന്ന പുല്ലിനെ ചമയിക്കുന്ന ദൈവം മനുഷ്യനെ ഇവയിൽ അധികമായി അലങ്കരിക്കാതിരിക്കുമോ? അവയേക്കാൾ അധികമായി നമ്മെ കരുതുന്ന ഒരു കർത്താവുള്ളപ്പോൾ എന്തിന് നാം വിചാരപ്പെടണം? എന്നാൽ അവൻ്റെ കരുതൽ ലഭിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടുന്ന ഒരു സംഗതിയുണ്ട്. മത്തായി 6:33 മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ മാർട്ടിൻ ലൂഥറിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്, പ്രാർത്ഥിക്കുക, അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി വിചാരപ്പെട്ടുകൊള്ളും. പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടായിരിക്കാം, എന്നാൽ എങ്ങനെയെന്ന് ദൈവത്തിനറിയാം, അവനത് നിർവഹിച്ചുകൊള്ളും. ഒരിക്കലും കൈവിടാത്തവനാണ് നമ്മുടെ ദൈവം. ഉത്തമ ഭക്തിയായിരുന്ന തൻ്റെ മാതാവിൻ്റെ വിശ്വാസത്തെ വെളിപ്പെടുത്തുന്ന ഒരനുഭവം 80 വയസ്സുള്ള അഡലൈൻ എന്ന വനിത രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. എൻ്റെ ബാല്യപ്രായം ആ കാലം രോഗവും ദാരിദ്ര്യവും നിറഞ്ഞതായിരുന്നു. പിതാവ് ദീർഘകാലമായി രോഗാവസ്ഥയിൽ കഴിയുന്നു. ചികിത്സയ്ക്ക് പണം വേണം, വീട്ടുചെലവുകൾ നടത്തണം. ഏക വരുമാനം മാതാവിൻ്റെ തയ്യൽ പണിയിൽ കൂടി ലഭിക്കുന്ന കാശായിരുന്നു. ഗഡുക്കളായി പണം കൊടുക്കാമെന്ന വ്യവസ്ഥയിൽ വാങ്ങിയതാണ് തയ്യൽ മെഷീൻ. രാത്രിയിൽ വളരെ വൈകിയും പണിയെടുത്താലും ചിലപ്പോൾ പട്ടിണിയാണ്. വളരെ ക്ലേശിച്ച് ദിവസങ്ങൾ കഴിക്കുമ്പോഴാണ് തയ്യൽ മെഷീൻ വാങ്ങിയ കമ്പനിയിൽ നിന്നും ഒരു കത്ത് വന്നത്. പല ഗഡുക്കൾ മുടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് തയ്യൽ മെഷീൻ തിരികെ എടുക്കുകയാണ്. അടുത്ത ദിവസം കമ്പനിയിൽ നിന്ന് ചുമതലപ്പെട്ടവർ വരും. കത്ത് വായിച്ചിട്ട് അമ്മയ്ക്ക് യാതൊരു കുലുക്കവുമില്ലായിരുന്നു. അമ്മ പറഞ്ഞു, മോളെ, ദൈവം ഒരിക്കലും നമ്മെ കൈവിടുകയില്ല. ഇതുവരെയുള്ള നമ്മുടെ അനുഭവം അതാണ്. ദൈവം നമുക്ക് വേണ്ടി കരുതിക്കൊള്ളും. പിറ്റേ ദിവസം 10 മണിയോടുകൂടി വാതിൽക്കൽ മുട്ടുന്ന ശബ്ദം കേട്ട് ബാലികയായ അഡ്ലൈൻ കരുതി തയ്യൽ മെഷീൻ എടുത്തുകൊണ്ട് പോകുവാൻ വന്നവരാണ് എന്ന്. അവൾ പരിഭ്രാന്തയായി. വാതിൽ തുറന്നപ്പോൾ കണ്ടത് ഒരു ഓമന കുഞ്ഞിനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു യൗവനക്കാരൻ. മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്തൊരു വ്യക്തി. ആഗതൻ മാതാവിനോട് ചോദിച്ചു, മിസ്സസ് ഗിൽ അല്ലേ നിങ്ങൾ? ഞാനൊരു വലിയ പ്രതിസന്ധിയിലാണ്. എൻ്റെ ഭാര്യ ഇന്ന് രാവിലെ ഗുരുതരമായ അസുഖം ബാധിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റായി. ഇവിടെ ഞങ്ങൾക്ക് ബന്ധുക്കൾ ആരുമില്ല. എനിക്ക് ജോലിക്ക് പോകണം. എൻ്റെ കുഞ്ഞിനെ ഒന്ന് ഏൽപ്പിക്കുവാൻ എനിക്ക് ആരും ഇവിടെയില്ല. ആ കടക്കാരൻ പറഞ്ഞു, മിസ്സസ് ഗില്ലിനെ ഏൽപ്പിച്ചാൽ സഹായിക്കും എന്ന്.
കുറച്ച് ദിവസത്തേക്ക് ഈ കുഞ്ഞിനെ സംരക്ഷിക്കാമോ? ഞാൻ മുൻകൂറായി പണം തന്നിട്ട് പോകാം. ഇത് പറഞ്ഞ പോക്കറ്റിൽ നിന്ന് $10 എടുത്ത് ഗില്ലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. 70 വർഷങ്ങൾക്ക് മുൻപ് ഈ $10 വില എത്രയെന്ന് ചിന്തിക്കണം. മിസ്സസ് ഗിൽ കുഞ്ഞിനെ നോക്കിക്കൊള്ളാം എന്ന് വാക്ക് പറഞ്ഞ് ഏറ്റുവാങ്ങി. ഈ സമയം അമ്മ ബാലികയായ എന്നോട് പറഞ്ഞു, എൻ്റെ ഈ തയ്യൽ മെഷീൻ എടുത്തു കൊണ്ടുപോകുവാൻ ദൈവം അനുവദിക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാൽ വ്യക്തമായി ഒന്നറിയാമായിരുന്നു, അവിടുന്ന് തക്ക സമയത്ത് തക്ക വിധത്തിൽ പ്രവർത്തിക്കുമെന്ന്. അതെ, നമുക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത എല്ലാ കാര്യങ്ങളെയും പരിഹരിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് സ്തോത്രം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഫിലിപ്പിയ ലേഖനം 4:6. കർത്താവേ, അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകിയാൽ സ്തോത്രം. ആമേൻ.